എല്ലാവർക്കും സ്വാഗതം. പ്ലസ് 1 കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് വാലൻസ് ബോണ്ട് തിയറി എന്നാണ്. ഈ വാലൻസ് ബോണ്ട് തിയറി എന്ന കൺസെപ്റ്റ് 3 ക്ലാസ്സുകളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് വാലൻസ് ബോണ്ട് തിയറിയുടെ ഇൻട്രൊഡക്ഷനും ഹൈബ്രിഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വാലൻസ് ബോണ്ട് തിയറിയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്ലാസ്സിൽ ആപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻസ് ഉദ്ദേശിക്കുന്നത് ഇത്രയും എക്സാമ്പിൾസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. BeCl2, BF3, CH4, ECl5, SF6, NH3, H2O, C2H6, C2H4, C2H2 ഇത്രയും മോളിക്യൂൾസിന്റെ ബോണ്ടിങ് അല്ലെങ്കിൽ ഫോർമേഷനും സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ തിയറിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ വാലൻസ് ബോണ്ട് തിയറിയുടെ സിഗ്നിഫിക്കൻസ് മനസ്സിലായിട്ടുണ്ട്. BSEPR തിയറിയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ മോളിക്യൂളിന്റെ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ ജോമെട്രിയുടെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അവിടെ സംസാരിക്കുന്നതെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ മോളിക്യൂളിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ബോണ്ട് ലെങ്തും ബോണ്ട് ഓർഡറും സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ വാലൻസ് ബോണ്ട് തിയറിയുടെ പ്രത്യേകത അവിടെ മോളിക്യൂളിന്റെ ഷേപ്പും ബോണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ അതിൽ തന്നെ വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിച്ച് എങ്ങനെ ഒരു ആറ്റം മറ്റൊരു ആറ്റമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഒരു സിമ്പിൾ ആയിരിക്കുന്ന ഒരു വാക്ക് പറയും. ആ വാക്ക് വേറൊന്നുമല്ല, അത് ഓവർലാപ്പിംഗ് എന്നൊരു വാക്ക് പറയും. ഓവർലാപ്പിംഗ് എന്നൊരു വാക്ക് പറയും. അപ്പൊ എന്താണ് ഓവർലാപ്പിംഗ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇതൊരു ഓർബിറ്റിലാണ്, ഇതൊരു ഓർബിറ്റിലാണെങ്കിൽ ഈ ഓർബിറ്റിൽ പരസ്പരം ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഈ അവസ്ഥയാണ് നമ്മൾ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഓവർലാപ്പിംഗ് ആരുടെ ഓവർലാപ്പിംഗ് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരവുണ്ട്. അവിടെ അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അറ്റോമിക് ഓർബിറ്റലിൽ കൊള്ളാവുന്ന പരമാവധി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. അതിൽ ഒരു അറ്റോമിക് ഓർബിറ്റൽ ഞാൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു ബോക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതിനകത്ത് കൊള്ളാവുന്ന പരമാവധി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. ഓക്കെ, ഒരെണ്ണം ക്ലോക്ക് വൈസ് ആയിട്ട് ഒരെണ്ണം ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് ഈ അറ്റോമിക് ഓർബിറ്റൽസിലെ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഹാഫ് ഫിൽഡ്, അപ്പോൾ 2 ഇലക്ട്രോൺസ് മാക്സിമം വരും. അപ്പൊ ഹാഫ് ഫിൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും പകുതി നിറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ഒരു ഇലക്ട്രോൺ. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഉള്ള അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗിലൂടെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നു എന്നാണ് നമ്മുടെ വാലൻസ് ബോണ്ട് തിയറി സംസാരിക്കുന്നത്. വാലൻസ് ബോണ്ട് തിയറി എന്താണെന്ന് സംസാരിച്ചു കഴിഞ്ഞു. വാലൻസ് ബോണ്ട് തിയറി അനുസരിച്ച് എ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ദ ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ്. രണ്ടാറ്റത്തിന്റെ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലുകൾ എന്ന് വെച്ചാൽ ഓരോ ഇലക്ട്രോൺസ് വീതമുള്ള അറ്റോമിക് ഓർബിറ്റലിന്റെ ഓവർലാപ്പിംഗിലൂടെ ബോണ്ട് ഫോം ചെയ്യണം എന്ന് മനസ്സിലാക്കി. അപ്പൊ എങ്കിൽ അടുത്ത ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. ഒരു ഓക്സിജന്റെ ഫോർമേഷൻ കാണിക്കാം. O2 എങ്ങനെ ഓക്സിജൻ O2 എന്നൊരു മോളിക്യൂൾ ഫോം ചെയ്തു എന്ന് കാണിക്കാം. അതിനുവേണ്ടി ആദ്യം ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p4. അപ്പൊ അതിലെ വാലൻസ് ബോണ്ട് തിയറിയാണ്. വാലൻസ് ഷെല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി. അപ്പൊ അതിൽ തന്നെ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽ പരിശോധിക്കുക. സോ ഈ 2p4 പരിശോധിക്കാം. 2p4 2p എന്നുള്ളത് 3 ഓർബിറ്റൽസ് ആണ്. അതിൽ 4 ഇലക്ട്രോൺസ് 1 2 3 4. ഓക്കെ, അടുത്ത ഓക്സിജൻ ഇതുപോലെ തന്നെ, അയാളുടെ കയ്യിലും ഇതുപോലെ തന്നെ. അപ്പൊ നമുക്ക് O2 ആണ്, 1s2 2s2 2p4. അതും ഇതുപോലെ തന്നെ നമുക്ക് 2p4 കാണിക്കാം. 2p എന്ന 3 ഓർബിറ്റൽ, അതിൽ 4 ഇലക്ട്രോൺസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽ, ഈ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലും ഈ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്യാം. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇയാളുടെ ഒരു p ഓർബിറ്റലാണ്. p ഓർബിറ്റൽ നമ്മൾ സാധാരണ ഡംബൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇയാളുടെ p ഓർബിറ്റൽ ഉണ്ട്, അതും ഡംബലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പരസ്പരം ഓവർലാപ്പ് ചെയ്തു. ഓക്സിജന്റെ p ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്തു. ഓവർലാപ്പിംഗ് കാണിക്കാൻ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്കിലത് ഈ p ഓർബിറ്റലും ഈ p ഓർബിറ്റലും ആയതുകൊണ്ട് അത് p ഓവർലാപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. p ഓവർലാപ്പിംഗ്. അപ്പൊ നിങ്ങളെങ്കിലും ചിന്തിച്ചാൽ ഒരാളുടെ s ഓർബിറ്റലും മറ്റൊരാളുടെ p ഓർബിറ്റലും തമ്മിൽ ഇതുപോലെ ഓവർലാപ്പ് ചെയ്താൽ, വേറൊരു കൺസെപ്റ്റ്, ഒരാളുടെ s ഉം മറ്റൊരാളുടെ p യും തമ്മിൽ ഓവർലാപ്പ് ചെയ്താൽ അത് sp ഓവർലാപ്പിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരാളുടെ s ഉം മറ്റൊരാളുടെ s ഉം തമ്മിൽ ഓവർലാപ്പ് ചെയ്താൽ അത് ss ഓവർലാപ്പിംഗ്. അപ്പൊ ഈ ഓവർലാപ്പിംഗിന്റെ വാക്ക് നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ വാക്കുകൾ പറയാറുണ്ട്. pp ഓവർലാപ്പിംഗ് എന്നും sp ഓവർലാപ്പിംഗ് എന്നൊക്കെ നമുക്ക് പറയാറുണ്ടെന്ന് ഓർമ്മിച്ചോണം. ss ഓവർലാപ്പിംഗ് ഒക്കെ പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇനി
പി ഓർബിറ്റൽസിന്റെ കാര്യം നോക്കിയാൽ അറിയാം. പി ഓർബിറ്റൽസ് നമുക്കറിയാം മൂന്നെണ്ണം ഉണ്ട്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ്. അത് ഇങ്ങനെ ഒരു ആക്സിസ് ആണ്. നമുക്ക് പടം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചരിച്ച് വരയ്ക്കാനേ പറ്റുള്ളൂ. അപ്പൊ എങ്കിൽ ഡംബൽ ഷേപ്പ് ആണ് പി ഓർബിറ്റൽ എന്നറിയാം. അതായത് ഒരു പി എക്സ്, ഇതൊരു പി വൈ, ഇതൊരു പി സെഡ്. ഇങ്ങനെ വേറൊരു ആറ്റത്തിന്റെ പി ഓർബിറ്റൽ ഇതുപോലെ എക്സ് വൈ ഇസഡ്. ഓക്കെ, എങ്കിൽ ഈ പി എക്സും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സംശയമില്ല, ആ ഓവർലാപ്പിംഗിന്റെ പ്രത്യേകത ആക്സിസിലൂടെ അത് ഓവർലാപ്പ് ചെയ്ത് കൊണ്ടുവരാം. പക്ഷെ പി വൈയും തമ്മിൽ ഓവർലാപ്പ് ചെയ്താൽ ആ പി വൈയും ഒരു കാരണവശാലും ആക്സിസിലൂടെ ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം പി വൈ ഓർബിറ്റലിന്റെ ആക്സിസ് ഇങ്ങനെയാണ്, ഈ പി വൈയുടെ ഇങ്ങനെയാണ്. അപ്പൊ അതായത് ഇങ്ങനെ കാണിക്കാം, ഇതൊരു പി വൈ, അടുത്ത ആളുടെ പി വൈ. ഓക്കെ, ഇതിന്റെ ആക്സിസ് ഇങ്ങനെയാണ് കാണുന്നത്, ഇതിന്റെ ആക്സിസ് ഇങ്ങനെയാണ്. അപ്പൊ എങ്കിൽ ആ പി വൈ ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ആക്സിസിലൂടെ ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല, പകരം അത് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണ്. ഈ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നമുക്ക് ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെയുള്ള സൈഡ് വൈസ് അല്ലെങ്കിൽ ലാറ്ററൽ അല്ലെങ്കിൽ ലാറ്ററൽ ഓവർലാപ്പിംഗും അവിടെ പോസിബിൾ ആണെന്ന് ഓർമ്മിച്ചോളാം. ഓക്കെ, അപ്പോ ഓവർലാപ്പിംഗിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അവിടെ എസ് എസ് ഓവർലാപ്പിംഗ്, എസ് പി ഓവർലാപ്പിംഗ്, പി പി ഓവർലാപ്പിംഗ് പോലുള്ള ഓവർലാപ്പിംഗ് ഉണ്ട്. ശരിയാണ്. അതിനകത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ആക്സിയൽ ഓവർലാപ്പിംഗ് ഉണ്ട്, അല്ലെങ്കിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ്, ലേറ്ററൽ ഓവർലാപ്പിംഗ് ഉണ്ടെന്ന് ഓർമ്മിച്ചോളാം. ഇതിൽ ആക്സിയൽ ഓവർലാപ്പിംഗിലൂടെ ഉണ്ടാകുന്ന സിംഗിൾ ബോണ്ടുകളെ നമുക്കറിയാം. കോവാലന്റ് ബോണ്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു വര ഉപയോഗിച്ച് കാണിക്കാറുണ്ട്. ആ സിംഗിൾ ബോണ്ടുകളെ നമ്മൾ സാധാരണ സിഗ്മ കോവാലന്റ് ബോണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി ലാറ്ററൽ ഓവർലാപ്പിംഗിലൂടെ ഫോം ചെയ്യുന്ന ഡബിൾ ബോണ്ടുകളെയും ട്രിപ്പിൾ ബോണ്ടുകളെയും വിളിക്കേണ്ട പേര് പൈ കോവാലന്റ് ബോണ്ടുകൾ എന്ന് പറയണം, അല്ലെങ്കിൽ പൈ ബോണ്ടുകൾ എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓവർലാപ്പിംഗിലൂടെ ഫോം ചെയ്യുന്ന കോവാലന്റ് ബോണ്ടുകൾ രണ്ട് തരത്തിലുണ്ട്. സിഗ്മ കോവാലന്റ് ബോണ്ടുകളും പൈ കോവാലന്റ് ബോണ്ടുകളും ഉണ്ടെന്ന് ഓർമ്മിച്ചോണം. അതിൽ സിഗ്മ ബോണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആക്സിയൽ ഓവർലാപ്പിംഗിലൂടെ ഫോം ചെയ്യുന്ന സിംഗിൾ ബോണ്ടുകളാണ് എപ്പോഴും സിഗ്മ ബോണ്ടുകൾ. ലാറ്ററൽ ഓവർലാപ്പിംഗിലൂടെ ഫോം ചെയ്യുന്ന മൾട്ടിപ്പിൾ ബോണ്ടുകളാണ് പൈ ബോണ്ടുകൾ എന്ന് പറയേണ്ടത്. അപ്പൊ എങ്കിൽ ഒരു ബോണ്ട് കണ്ടാൽ ഏതാണ് സിഗ്മ ബോണ്ടാണോ പൈ ബോണ്ടാണോ നമുക്ക് തിരിച്ചറിയാമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഇപ്പൊ എയും ബിയും തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, ഒരു വര മാത്രം ഉണ്ടെങ്കിൽ അത് സിഗ്മ ബോണ്ട് ആണെന്ന് ഓർമ്മിക്കുക. എയും ബിയും തമ്മിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്താൽ അതിലെ ഒരു സിഗ്മയും ഒരു പൈയും ആണ്. ആദ്യത്തെ സിഗ്മയും രണ്ടാമത്തെ പൈയും എന്ന രീതിയിൽ പറയാം. ഓക്കെ, ഒരെണ്ണം സിഗ്മയും ഒരെണ്ണം പൈയും ആണ്. എയും ബിയും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടുകൾ വന്നാൽ ഒരെണ്ണം സിഗ്മയും, രണ്ടാമത്തതും പൈ, മൂന്നാമത്തതും പൈ, ആ രീതിയിൽ പറയണം. ഓക്കെ, അപ്പോ സിഗ്മ ബോണ്ട് പൈ ബോണ്ട് നോക്കുന്ന സമയത്ത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സിഗ്മ ബോണ്ട് ആണ്, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മയും ഒരു പൈയും ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മയും രണ്ട് പൈയും ആണ്. അപ്പൊ മൾട്ടിപ്പിൾ ബോണ്ടുകളെല്ലാം തന്നെ പൈ ബോണ്ടുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ഓർമ്മിച്ചോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഇപ്പൊ C2H4, C ഡബിൾ ബോണ്ട് C, H H H H, ഇതില് 1 2 3 4 5 6 കോവാലന്റ് ബോണ്ട് ഉണ്ട്. ഈ കോവാലന്റ് ബോണ്ടിന്റെ പ്രത്യേകത കാർബണും ഹൈഡ്രജനും തമ്മിൽ സിംഗിൾ ബോണ്ടേ ഉള്ളൂ, സോ സിഗ്മ കോവാലന്റ് ബോണ്ടാണ്. ഈ ബോണ്ടിന്റെ പ്രത്യേകത കാർബണും ഹൈഡ്രജനും തമ്മിൽ സിംഗിൾ ബോണ്ടേ ഉള്ളൂ, സിഗ്മ കോവാലന്റ് ബോണ്ടാണ്. ഇവിടെ അതുപോലെ തന്നെ സിഗ്മ കോവാലന്റ് ആണ്. അപ്പോൾ കാർബൺ ഹൈഡ്രജൻ സിഗ്മ കോവാലന്റ് ബോണ്ടുകൾ 4 എണ്ണം, കോവാലന്റ് ബോണ്ടുകൾ 4 എണ്ണം, കോവാലന്റ്. ഇനി ഈ ഡബിൾ ബോണ്ടിൽ ഞാൻ പറഞ്ഞു, ഡബിൾ ബോണ്ട് നോക്കുന്ന സമയത്ത് ഒരു സിഗ്മയും ഒരു പൈയും ആണ്. സോ ആദ്യത്തെ സിഗ്മ, രണ്ടാമത്തെ പൈ. സി സിംഗിൾ ബോണ്ട് സി, സിഗ്മ ബോണ്ട് 1, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് പൈ ബോണ്ട് 1. ഓക്കെ, അപ്പൊ ഈ 6 ബോണ്ടുകളിൽ മൊത്തം 4 കാർബൺ ഹൈഡ്രജൻ സിഗ്മയും ഒരു കാർബൺ കാർബൺ സിഗ്മയും ഒരു കാർബൺ കാർബൺ പൈ ബോണ്ടും അവിടെ ഉണ്ടെന്ന് ഓർമ്മിച്ചു. ഇനി വേറൊരു എക്സാമ്പിൾ, C2H2, C ട്രിപ്പിൾ ബോണ്ട് C, H H. ഇതിൽ 1 2 3 4 5 കോവാലന്റ് ബോണ്ട് ഉണ്ട്. അതിൽ ആദ്യത്തേത് സിഗ്മ ബോണ്ടാണ്, ഇതും സിഗ്മ ബോണ്ടാണ്. ഈ ട്രിപ്പിൾ ബോണ്ടിൽ ഒരെണ്ണം സിഗ്മയും രണ്ടാമത്തതും പൈ, മൂന്നാമത്തതും പൈ. അപ്പൊ കാർബൺ ഹൈഡ്രജൻ സിഗ്മയുടെ എണ്ണം 2, കാർബൺ കാർബൺ സിഗ്മ 1, കാർബൺ കാർബൺ പൈ ബോണ്ടുകൾ 2. അങ്ങനെ
മൾട്ടിപ്പിൾ ബോണ്ടുകളെല്ലാം തന്നെ പൈ ബോണ്ടാണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, നമ്മൾ പുതിയൊരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കോവലന്റ് ബോണ്ടിന്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിക്കുന്നത്. ഈ തിയറി അനുസരിച്ച് എങ്ങനെയാണ് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പറയണം, അവിടെ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗിലൂടെ ബോണ്ട് ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ഓവർലാപ്പിംഗിന്റെ പ്രത്യേകത, അവിടെ പി പി ഓവർലാപ്പിംഗ്, എസ് പി ഓവർലാപ്പിംഗ്, പിന്നെ എസ് എസ് ഓവർലാപ്പിംഗ് പോലുള്ള വാക്കുകളുണ്ട്. ഇനി അതിനകത്ത് തന്നെ നമുക്ക് ലാറ്ററൽ ഓവർലാപ്പിംഗിലൂടെ നമുക്ക് പി ഓർബിറ്റലിന്റെ ലാറ്ററൽ ഓവർലാപ്പിംഗിലൂടെ ഫോം ചെയ്യുന്ന ബോണ്ടുകൾ പൈ ബോണ്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. സോ കോവലന്റ് ബോണ്ട് കണ്ടാൽ രണ്ട് തരത്തിലുള്ള ബോണ്ടുകൾ അവിടെയുണ്ട്, സിഗ്മ കോവലന്റ് ബോണ്ട്, പൈ കോവലന്റ് ബോണ്ട്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം. നമുക്ക് BeCl2 എന്നറിയപ്പെടുന്ന ഒരു മോളിക്യൂൾ എക്സാമ്പിളായിട്ട് എടുക്കാം. BeCl2. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ഒരേ ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ, അതായത് ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് ബൈ ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽ. ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലിന്റെ ഓവർലാപ്പിംഗിലൂടെ ബോണ്ട് ഫോം ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സെൻട്രൽ ആറ്റം ഉണ്ട്, സെൻട്രൽ ആറ്റം ഉണ്ട്, അത് ബെറിലിയം ആണ്. കൂടെ ബോണ്ട് ഫോം ചെയ്യാൻ വരുന്ന രണ്ട് ക്ലോറിൻ ആറ്റംസും ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ O2 എന്ന എക്സാമ്പിൾ അങ്ങനെ ഒരു പ്രത്യേകതയില്ല, രണ്ട് ഓക്സിജൻ ആയിട്ട് പരസ്പരം ഓവർലാപ്പ് ചെയ്ത് ബോണ്ട് ഫോം ചെയ്യുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ രണ്ടിൽ കൂടുതൽ ആറ്റംസ് ഉള്ള പോളി അറ്റോമിക് മോളിക്യൂൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സെൻട്രൽ ആറ്റം ഉണ്ട്. അപ്പൊ ആ സെൻട്രൽ ആറ്റത്തിന്റെ അവസ്ഥ നോക്കാം. ആദ്യം സെൻട്രൽ ആറ്റം ബെറിലിയം. നമുക്കറിയാം ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 ആണ്. ഇനി നമ്മുടെ വാലൻസ് ബോണ്ട് തിയറി ആയതുകൊണ്ട് വാലൻസ് ഷെല്ല് മാത്രം പരിഗണിച്ചാൽ മതി. നമുക്കറിയാം ഇത് 1s ഉം 2s നോക്കുന്ന സമയത്ത് സെക്കൻഡ് ഷെല്ലാണ് വാലൻസ് ഷെൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രം എടുത്തെഴുതുക, 2s2 എന്ന് എഴുതി കാണിക്കുക. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഓർബിറ്റൽ, എസ് ഓർബിറ്റലിന്റെ പ്രത്യേകത ഒരു ബോക്സ് ആണ്. അത് 1s ആയാലും 2s ആയാലും 3s ആയാലും 4s ആയാലും ഒരു ബോക്സേ റെപ്രസെന്റ് ചെയ്യാൻ പാടുള്ളൂ. പി ആണെങ്കിൽ 3 ബോക്സുകൾ റെപ്രസെന്റ് ചെയ്യണം. അത് 2p എന്ന് എഴുതിയാലും 3p എന്ന് എഴുതിയാലും 4p എന്ന് എഴുതിയാലും ഒക്കെ തന്നെ 3 ബോക്സുകൾ കാണിക്കണം. ഡി ആണെങ്കിൽ 5 ഓർബിറ്റൽസ് ആണ്. എഫ് ആണെങ്കിൽ 7 ഓർബിറ്റൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എസ് ഓർബിറ്റൽ ആണ്, പേരാണ് 2s എന്ന് എഴുതിയിരിക്കുന്നത്. സോ അതിനെ ഞാൻ ബോക്സ് ഉപയോഗിച്ച് കാണിക്കാം. എസ് ആയതുകൊണ്ട് ഒരൊറ്റ ബോക്സേ വരയ്ക്കുള്ളൂ, പേര് 2s, അതിനകത്ത് 2 ഇലക്ട്രോൺസ്, 1 2. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചിന്തിക്കാം നമ്മുടെ തിയറി അനുസരിച്ച് എങ്ങനെയാണ് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അത് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലിന്റെ ഓവർലാപ്പിംഗിലൂടെയാണ്. അപ്പൊ ബെറിലിയത്തിലൂടെ 2 ക്ലോറിൻ ആറ്റോമിക് ബോണ്ട് ഫോം ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ബെറിലിയത്തിന്റെ കയ്യിൽ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ വേണം. പക്ഷെ നമ്മുടെ ദൗർഭാഗ്യവശാൽ ബെറിലിയത്തിന്റെ കയ്യിൽ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽ ഇല്ല, പകരം ഉള്ളത് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റലാണെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചോദിച്ചാൽ ബെറിലിയം ചെറിയൊരു മാർഗം കണ്ടെത്തും. അതായത് ബെറിലിയത്തിന് 2 ക്ലോറിനായിട്ട് ബോണ്ട് ഫോം ചെയ്യണം. സോ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ വേണം. പക്ഷെ നിലവിൽ ഒരെണ്ണവും ഇല്ല, ഉള്ളത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പൊ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ബെറിലിയം പതുക്കെ എക്സൈറ്റ് ചെയ്യും, എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ ബോണ്ടിങ്ങിന്റെ പ്രത്യേകത എപ്പോഴും അങ്ങനെ ഒരു എക്സൈറ്റേഷന്റെ സാധ്യതകളുണ്ട്. സോ 2sന്റെ അടുത്ത ഓർബിറ്റൽ 2p ആണ്, 2p 3 എണ്ണം. ബെറിലിയത്തിന്റെ കയ്യിലുള്ള ഈ ആന്റി ക്ലോക്ക് സ്പിനുള്ള ഇലക്ട്രോൺ ഇവിടെ നിന്ന് എക്സൈറ്റ് ചെയ്ത് ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പൊ നോക്കാം ബെറിലിയത്തിന് 2 ക്ലോറിൻ ആറ്റോമിക് ബോണ്ട് ഫോം ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ബെറിലിയത്തിന്റെ കയ്യിൽ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ വേണം. വാലൻസ് ബോണ്ട് തിയറിയിൽ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് ഞാൻ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു ഹാഫ് ഫിൽഡ് ഓർബിറ്റലാണ്, ഇതും ഒരു ഹാഫ് ഫിൽഡ് ഓർബിറ്റലാണ്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ഞാൻ ഡയഗ്രാം വരച്ച് കാണിക്കാം. ബെറിലിയത്തിന്റെ കൈവശമുള്ള ഒരു ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ എസ് ആണ്. എസിന്റെ പ്രത്യേകത സ്ഫെറിക്കൽ ഷേപ്പ് ആണ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഒരു സ്പിയർ ഇവിടെ കാണിക്കാം, 2s എന്ന് പേരിട്ട ഒരു സ്പിയർ. അടുത്ത് ഇവിടെ ഉള്ളത് പി ഓർബിറ്റൽ ആണ്. പി ഓർബിറ്റലിന്റെ പ്രത്യേകത ഡംബൽ ഷേപ്പ് ആണ് നമുക്കറിയാം. സോ ഞാൻ ഇവിടെ ഒരു ഡംബൽ കാണിക്കുന്നു. അപ്പൊ ബെറിലിയത്തിന്റെ കൈവശമുള്ള 2 ഓർബിറ്റലും റെഡിയാണ്. ഒരു 2s ഓർബിറ്റലും ഒരു 2p ഓർബിറ്റലും റെഡിയാണ്. 2s ഇലക്ട്രോൺ കാണിച്ചിട്ടുണ്ട്, 2p ഇലക്ട്രോൺ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ക്ലോറിൻ ആറ്റം വന്ന് ബോണ്ട് ഫോം ചെയ്യണം. ക്ലോറിന്റെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഏതാണെന്ന് നമുക്ക് പരിശോധിക്കാം. ക്ലോറിൻ അറ്റോമിക് നമ്പർ 17, ഇലക്ട്രോൺ ഇങ്ങോട്ട് മാറ്റി എഴുതി പരിശോധിക്കാം. Cl അറ്റോമിക് നമ്പർ 17, 1s2 2s2, 2p6 3s2, 3p 5 ആണ്. സോ 3p ആണ്. 3p തന്നെ ആദ്യത്തെ 3px, 3py, 3pz, 1 2 3 4 5. സോ ക്ലോറിന്റെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ എന്നത് 3pz ഓർബിറ്റൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ p ഓർബിറ്റൽ ആയതുകൊണ്ട് അതൊരു
ഡംബൽ ഷേപ്പ് ആണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഇനി പ്രത്യേകിച്ച് ക്ലോറിനെ കണ്ടാൽ എഴുതി നോക്കേണ്ട കാര്യമില്ല. ക്ലോറിനെ കണ്ടാൽ ക്ലോറിനാണ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓർമ്മിക്കുക, ഇങ്ങനെ ഡംബൽ ഷേപ്പ് ഇട്ടിട്ട് 3pz എന്ന് എഴുതിയിരിക്കണം. കാരണം നമുക്ക് എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് അത് ആവശ്യം വരും. അപ്പോഴപ്പോഴും എഴുതി നോക്കേണ്ട കാര്യമില്ല. ക്ലോറിനാണ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അത് 3pz ഓർബിറ്റിലാണ് ബോണ്ട് ഫോം ചെയ്യാൻ വരുന്നതെന്ന് ഓർമ്മിച്ചോണം. എങ്കിൽ ഇതുപോലത്തെ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചാൽ മതി. ഇനി കൂടെ ഫ്ലൂറിനാണ് ബോണ്ട് ഫോം ചെയ്യാൻ വന്നാൽ ഫ്ലൂറിൻ, നമുക്കിവിടെ ഉള്ള എക്സാമ്പിൾ ഇവിടെ ക്ലോറിനുണ്ട്, ഇവിടെ ക്ലോറിനുണ്ട്. ഇനി കൂടെ ഫ്ലൂറിനാണ് വരുന്നതെങ്കിൽ അറ്റോമിക് നമ്പർ 9, 1s2 2s2 2p5 2p 1 2 3 4 5 2px 2pi 2pz. ഇപ്പൊ ഈ ഓർബിറ്റിലാണ്, ഇത് ഡംബൽ ഷേപ്പ് ആണ്. ഫ്ലൂറിൻ എന്ന് കണ്ടാൽ അവിടെയും ഇതുപോലെ കാണിക്കുക, അത് 2pz ആണെന്ന് ഓർമ്മിക്കുക. എഴുതുന്ന സമയത്ത് പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. 2pz ഓർബിറ്റിലാണ് ഫ്ലൂറിന്റെ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പം അപ്പോഴപ്പോഴും എഴുതി നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ക്ലോറിനായി. ഇനി ഹൈഡ്രജന്റെ കാര്യം നോക്കിയാൽ അറ്റോമിക് നമ്പർ 1 ആണ്, 1s1 ആണ്. സോ ഹൈഡ്രജൻ ആണ് സ്പിയർ ആണ്. സോ ഹൈഡ്രജനെ കാണിച്ചാൽ എപ്പോഴും ഒരു സ്പിയർ ഇട്ടിട്ട് 1s ഓർബിറ്റിൽ നിന്ന് എഴുതണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിലുള്ള ആൾക്കാരെല്ലാം അവിടെ എഴുതിയിട്ടുണ്ടെന്ന് ഓർമ്മിക്കുക. ശരി, അപ്പൊ ഇനി ബെർലിയം റെഡിയാണ്. ബെർലിയത്തിന്റെ കയ്യിൽ ഒരു 2s ഓർബിറ്റൽ ഉണ്ട്, ഇവിടെ ഒരു 2p ഓർബിറ്റൽ ഉണ്ട്. ഇനി ഓവർലാപ്പിംഗ് തയ്യാറെടുക്കുകയാണ്. 2 ക്ലോറിനുള്ളതിൽ ആദ്യത്തെ ക്ലോറിൻ വന്നു. ആദ്യത്തെ ക്ലോറിന്റെ കൈവശം ഒരു 3pz ഓർബിറ്റൽ ഉണ്ട്. ആ 3pz ഓർബിറ്റൽ ഉപയോഗിച്ച് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. സോ 3pz BeCl ബോണ്ട് ഫോം ചെയ്തു. രണ്ടാമത് വീണ്ടും ഒരു ക്ലോറിൻ ഉണ്ട്. ക്ലോറിന്റെ കൈവശമുള്ള 3pz ഓർബിറ്റലാണ്. സോ വീണ്ടും അയാൾ കൂടെ കൊണ്ടുവന്ന് ഒരു ബോണ്ട് ഫോം ചെയ്തു. ക്ലോറിൻ 3pz ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഫോം ചെയ്ത ഓവർലാപ്പിംഗ് ഏതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു എസും ഇവിടെ ഒരു പിയും ആണ്. അത് sp ഓവർലാപ്പിംഗ് ആണ്. ഇവിടുത്തെ ഓവർലാപ്പിംഗ് എന്ന് വെച്ചാൽ അത് പിയും ഇത് പിയും ആണ്, pp ഓവർലാപ്പിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഈ ബോണ്ട് ഫോം ചെയ്യാൻ ഉപയോഗിച്ചത് pp ഓവർലാപ്പിംഗ് ആണ്. പക്ഷേ ഈ ബോണ്ട് ഫോം ചെയ്യാൻ ഉപയോഗിച്ചത് sp ഓവർലാപ്പിംഗ് എന്ന് ഓർമ്മിക്കാം. അപ്പൊ നമുക്കറിയാം, അപ്പൊ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഫോം ചെയ്ത 2 ബോണ്ടുകൾ, ഈ 2 ബോണ്ടിന്റെ പ്രത്യേകത 2 ബോണ്ടും ഈക്വൽ സ്ട്രെങ്ത് ഉള്ള ബോണ്ടാണ്. അപ്പൊ ഈക്വൽ സ്ട്രെങ്ത് ഉള്ള ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ എപ്പോഴും ഈക്വൽ ടൈപ്പ് ഓവർലാപ്പിംഗ് ആയിരിക്കണം. പക്ഷെ ഇവിടെ നമ്മുടെ വീണ്ടും ഒരു ദൗർഭാഗ്യവശാൽ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ pp ഓവർലാപ്പിംഗിലൂടെ ബോണ്ട് ഫോം ചെയ്തു, ഇവിടെയാണെങ്കിൽ sp ഓവർലാപ്പിംഗിലൂടെ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഫോം ചെയ്യുന്ന ബോണ്ട് വ്യത്യസ്ത എനർജിയുള്ള ബോണ്ടുകളാവാൻ സാധ്യതയുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഒരുപോലത്തെ എനർജിയുള്ള ബോണ്ടുകളാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചു. അപ്പൊ നമുക്ക് നിലവിലെ പ്രശ്നങ്ങൾ നോക്കാം. BeCl2 ആദ്യം നമ്മുടെ കൈവശം ഒരൊറ്റ പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. എ കോവലന്റ് ബോണ്ട് ഫോംഡ് ബൈ ദ ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽ. അങ്ങനെ പറഞ്ഞു വന്ന് നോക്കിയ സമയത്ത് ഇവിടെ നോക്കുമ്പോൾ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഇല്ല. സോ അവിടെ ഒരു പ്രോബ്ലം വന്നു. ആ പ്രോബ്ലം എങ്ങനെ നമ്മൾ ഓവർകം ചെയ്തു എന്ന് ചോദിച്ചാൽ അവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടാണ് അത് ഓവർകം ചെയ്തത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ബോണ്ട് ഫോം ചെയ്ത സമയത്ത് ഇവിടെ വീണ്ടും ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഫോം ചെയ്യുന്ന ബോണ്ടുകൾ യഥാർത്ഥത്തിൽ ഒരേ സ്ട്രെങ്ത് ഉള്ള ബോണ്ടേ ഫോം ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ നമ്മുടെ ദൗർഭാഗ്യവശാൽ നമുക്ക് 2 ഡിഫറെന്റ് സ്ട്രെങ്ത് ഉള്ള ഡിഫറെന്റ് ടൈപ്പ് ഓവർലാപ്പിംഗ് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ആ പോസിബിലിറ്റി എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവരുന്നു. ആ കൺസെപ്റ്റ് അപ്പൊ ഇതുവരെയുള്ള കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നമുക്ക് പ്രശ്നമാണ്. ആ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ വരാൻ സാധ്യതയില്ല. എന്തുകൊണ്ട് ഇങ്ങനെ വരാൻ സാധ്യതയില്ല എന്ന് ചോദിച്ചാൽ വ്യത്യസ്ത എനർജിയുള്ള ബോണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റില്ല. ഒരേ എനർജിയുള്ള ബോണ്ട് തന്നെ ഫോം ചെയ്യണം. അതെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിച്ചാൽ ഇവിടെ അങ്ങോട്ട് ഒരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ മതി. ആ മോഡിഫിക്കേഷൻ ആണ് ഇനി പറയുന്നത്. അത് വേറൊന്നുമല്ല, എക്സൈറ്റഡ് സ്റ്റേറ്റിലൂടെ 2 ഓർബിറ്റൽ ഉണ്ടാക്കിയെങ്കിലും ആ 2 ഓർബിറ്റലും ഡയറക്റ്റ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്യാതെ ആ 2 ഓർബിറ്റലും, അതായത് ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും, അത് പരസ്പരം മിക്സ് ചെയ്ത് ഒരേ എനർജിയുള്ള, ഒരേ ഷേപ്പുള്ള, ഒരേ സൈസുള്ള 2 പുതിയ ഓർബിറ്റൽ ഉണ്ടാവണം. ആ ഓർബിറ്റൽ ഞാൻ ഇങ്ങനെ കാണിക്കാം. ഒരു വലിയ ലോബും ഒരു ചെറിയ ലോബും 2 എണ്ണം ഉണ്ടാവണം. കാരണം 2 അറ്റോമിക് ഓർബിറ്റലിലാണ് ആ മിക്സിംഗ് പ്രോസസ്സ് പങ്കെടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 പുതിയ ഓർബിറ്റൽ ഒരേ സൈസിലും ഒരേ ഷേപ്പിലുള്ള 2 പുതിയ ഓർബിറ്റൽ അവിടെ ഫോം ചെയ്യണം. ഇങ്ങനെ ഉണ്ടാകുന്ന അറ്റോമിക് ഓർബിറ്റലിന്റെ ഇന്റർമിക്സിംഗ് പ്രോസസ്സിനെ വിളിക്കേണ്ട പേരാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ. ഇനി ഈ ഹൈബ്രിഡൈസേഷൻ ഒരു പേരിടണം. ആ പേരിടാൻ നോക്കുന്ന സമയത്ത് അവിടെ പങ്കെടുത്തത് ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹൈബ്രിഡൈസേഷൻ നമുക്ക് sp ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. sp ഹൈബ്രിഡൈസേഷൻ വരണമെങ്കിൽ അവിടെ 2
അറ്റോമിക് ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും ഹൈബ്രിഡൈസേഷനിൽ വരണം. അതായത് രണ്ട് അറ്റോമിക് ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ വരണം. ഹൈബ്രിഡൈസേഷന്റെ ഫലമായും രണ്ട് പുതിയ ഓർബിറ്റൽ ഉണ്ടാവണം. ആ രണ്ട് പുതിയ ഓർബിറ്റലിന്റെ പ്രത്യേകത, അത് ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ പ്രത്യേകത ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എസ് പി ആവുമ്പോഴത്തേക്ക് ലീനിയർ ആയിട്ട് മാത്രമേ അറേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. സോ ബി എന്നിട്ട് രണ്ട് പുതിയ ഓർബിറ്റൽ, ഇവിടെ വന്ന് പേര് എസ് പി എന്നാണ്, ഇവിടെ വന്ന് പേര് എസ് പി എന്നാണ്. രണ്ട് ഇലക്ട്രോൺ കാണിച്ചിട്ടുണ്ട്. ഇനി കൂടെ ഇപ്പൊ രണ്ട് ഒരേ സ്ട്രെങ്ത് ഉള്ള ആൾക്കാരായല്ലോ. ഇനി കൂടെ ക്ലോറിൻ വരണം. ക്ലോറിന്റെ പ്രത്യേകത, ക്ലോറിന്റെ ഓർബിറ്റൽ അറിയാം, പി സെഡ് ആണ്. ഇതാ വന്നു അയാൾ ഹാഫിൽ ഇലക്ട്രോൺ ഷെയ്ഡ് ചെയ്ത് കാണിച്ചാലും മതി, ഇങ്ങനെ കാണിച്ചാലും മതി. അടുത്തൊരു ക്ലോറിൻ എന്നിട്ട് ബി സി എൽ. അപ്പൊ നോക്ക്, അപ്പൊ രണ്ടും ഒരേപോലത്തെ ഓവർലാപ്പിംഗ് ആയിട്ടുണ്ട്, ഒരേപോലത്തെ സ്ട്രെങ്ത് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെന്ന് ഓർമ്മിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ തൽക്കാലം ഇതിനൊന്നും അറേഞ്ച് ചെയ്യാം, ശ്രദ്ധിച്ച് മനസ്സിലായിക്കോണം. എന്താണ് ഹൈബ്രിഡൈസേഷന്റെ പ്രസക്തി എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. വാലൻസ് ബോണ്ട് തിയറിക്ക് അകത്തുള്ള കാര്യമാണ് ഹൈബ്രിഡൈസേഷൻ. ഈ പ്രോബ്ലം ഞാൻ പറയാം. BeCl2 എന്നൊരു മോളിക്യൂളിന്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നേരത്ത് ആദ്യം പതിവുപോലെ ശാന്തമായി നമ്മൾ ഇതുവരെ കൊണ്ടുവന്നു. അതുവരെ കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ തിയറി, നമ്മുടെ കൈവശമുള്ള ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, എ കോവലന്റ് ബോണ്ട് ഫോംഡ് ബൈ ദ ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ ഹാഫ്-ഫിൽഡ് ഓർബിറ്റൽ, ഹാഫ്-ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽ. അപ്പൊ അങ്ങനെ ഹാഫ്-ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽ പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ 2s എന്ന ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതെങ്ങനെ ഓവർകം ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മളൊരു എക്സൈറ്റർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് അതിനെ ഓവർകം ചെയ്തു. പക്ഷെ അതിനകത്ത് പിന്നെയും പ്രോബ്ലം വന്നു. ആ പിന്നെയും വന്ന പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഡിഫറൻറ്റ് സ്ട്രെങ്ത് ഉള്ള ബോണ്ടാണ് ഇങ്ങനെ ഫോം ചെയ്യാൻ സാധ്യത. ഒരേ സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ ഒരേ എനർജി ഉള്ള ബോണ്ടിന്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഈ രണ്ട് ഓർബിറ്റലും ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കാതെ ആ രണ്ട് ഓർബിറ്റൽ മിക്സ് ചെയ്ത് പുതിയ രണ്ട് ഓർബിറ്റൽ ഫോം ചെയ്യുന്നുണ്ട്. ആ പുതിയ ഓർബിറ്റലിനെ നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നുണ്ട്. ആ ഹൈബ്രിഡ് ഓർബിറ്റലിലാണ് പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ക്ലോറിന്റെ ഓർബിറ്റൽ വന്ന് ഓവർലാപ്പ് ചെയ്ത് ഒരേ സ്ട്രെങ്ത് ഉള്ള ബോണ്ട് ഫോം ചെയ്തതെന്ന് നമ്മളിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി ഹൈബ്രിഡൈസേഷൻ ഞാൻ പറഞ്ഞു, ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും ആണെങ്കിൽ അത് എസ് പി ഹൈബ്രിഡൈസേഷൻ ആണ്. ഇനി ഒരു എസ് ഓർബിറ്റലും രണ്ട് പി ഓർബിറ്റലും പങ്കെടുക്കുന്ന ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അത് sp2 ആവാം. sp2 ആവാം. sp2 ആകുമ്പോഴത്തേക്ക് മൂന്ന് ഹൈബ്രിഡ് ഓർബിറ്റൽ കാണിക്കണം, ഒരു വലിയ ലോഗും ഒരു ചെറിയ ലോഗും. ഹൈബ്രിഡ് ഓർബിറ്റൽ ഏതായാലും ശരി, sp-യുടേതായാലും sp2-ന്റേതായാലും sp3-യുടേതായാലും ഒക്കെ തന്നെ ഒരേപോലത്തെ ഷേപ്പാണ് കാണിക്കുന്നത്. ഒരു വലിയ ലോഗ് ഇട്ടാൽ ചെറിയ ലോഗ് കൊണ്ട് ഇട്ടാൽ അത് ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ ഷേപ്പായെന്ന് ഓർമ്മിച്ചാൽ. ഓക്കെ, അപ്പൊ എങ്കിൽ ഈ ഹൈബ്രിഡൈസേഷനെ പറ്റി നമുക്ക് കൂടുതൽ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു sp ഹൈബ്രിഡൈസേഷൻ. sp ഹൈബ്രിഡൈസേഷന്റെ പ്രത്യേകത ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും, അപ്പൊ അതായത് രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നു. ഇതാ 1 2, രണ്ടുപേരുടെയും പേര് sp എന്ന് തന്നെയാണ്. ഇനി sp2 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു s ഓർബിറ്റലും രണ്ട് p ഓർബിറ്റലും ചേർന്ന് മൂന്ന് ഓർബിറ്റൽസിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പൊ എത്ര അറ്റോമിക് ഓർബിറ്റൽ പങ്കെടുക്കുന്നു അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽ വരണം. സോ മൂന്നെണ്ണം. sp3 ആണെങ്കിൽ 3 4. ഇനി പി ഓർബിറ്റൽ 3 ഉള്ളൂ, അതിന്റെ അടുത്തെന്ന് വെച്ചാൽ ഡി ആണ്. അപ്പൊ sp3 കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് sp3d ആണ്. അപ്പൊ sp3d ആകുമ്പോൾ 3 4 5 പുതിയ ഓർബിറ്റൽ വരണം. അടുത്ത വരാൻ പോകുന്നത് sp3d2, 6. ഓക്കെ, ഇനി ഹൈബ്രിഡൈസേഷന്റെ പ്രത്യേകത, ഹൈബ്രിഡൈസേഷന് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. എന്ന് വെച്ചാൽ ഹൈബ്രിഡൈസേഷൻ ഷേപ്പും തമ്മിൽ ബന്ധമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഷേപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എങ്കിൽ sp ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ പ്രത്യേകത രണ്ട് ഓർബിറ്റലും ലീനിയർ ആയിട്ട് ഓറിയന്റ് ചെയ്യണം. ലീനിയർ. ഓക്കെ, sp2 വന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഓർബിറ്റൽ അറേഞ്ച് ചെയ്യേണ്ടത് ട്രൈഗണൽ പ്ലാനാർ ആയിട്ടാണ്. sp3 വന്നാൽ അത് ടെട്രാഹെഡ്രൽ. sp3d വരുന്ന 5 ഓർബിറ്റലാണ്. 5 ഓർബിറ്റൽ അറേഞ്ച് ചെയ്യുന്നത് ട്രൈഗണൽ ബൈപിരമിഡൽ. ഇനി sp3d2 വരുന്ന സമയത്ത് 6 ഓർബിറ്റൽസ് ആണ്, അത് ഒക്ടാഹെഡ്രൽ. ഓക്കെ, ആ ഷേപ്പ് പെട്ടെന്ന് ഞാൻ കാണിക്കാം. sp ആണെങ്കിൽ ലീനിയർ,
ലീനിയർ. ഓക്കെ, ലീനിയർ ആകുമ്പോൾ ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. 180. അപ്പോൾ SP ഹൈബ്രിഡൈസേഷൻ ഉണ്ടെങ്കിൽ ഷേപ്പ് ലീനിയർ ആണ്, ബോണ്ട് ആംഗിൾ 180 ആണ്. SP2 ആണെങ്കിൽ ഇങ്ങനെ ട്രൈഗണൽ പ്ലാനാർ. ബോണ്ട് ആംഗിൾ നോക്കിയാൽ മൊത്തം 360 ആണ്. 360 മൂന്നാം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 120 ആണ്. ഇപ്പൊ SP2 120 ആണ് ബോണ്ട് ആംഗിൾ. ഇനി SP3 എന്നാൽ ഇങ്ങനെ, എങ്ങനെ വെച്ചാലും ഒരുപോലെ. 4 വശം കൊണ്ട് ടെട്രാഹെഡ്രലിന്റെ ബോണ്ട് ആംഗിൾ നോക്കിയാൽ ഇത്രയും ബോണ്ട് ആംഗിൾ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്രയും ബോണ്ട് ആംഗിൾ നോക്കുമ്പോൾ 109 ഡിഗ്രിയും 28 മിനിറ്റ്സുമാണ്. 109 ഡിഗ്രിയും 28 മിനിറ്റ്. ഇനി SP3D വന്നാൽ 5 എണ്ണം വേണം. സോ ട്രൈഗണൽ, മുകളിലോട്ടൊരു പിരമിഡ്, താഴോട്ടൊരു പിരമിഡ്. അപ്പൊ ട്രൈഗണൽ ബൈ പിരമിഡ്. ഈ ട്രൈഗണൽ ബൈ പിരമിഡിന്റെ പ്രത്യേകത, ഇവിടുത്തെ ബോണ്ട് ആംഗിൾ 120, ഈ ബോണ്ട് ആംഗിൾ 90 ആണ്. അപ്പൊ രണ്ടു തരം ബോണ്ട് ആംഗിൾ അവിടെ പോസിബിൾ ആണ്, 120, 90. ഇനി SP3D2 വന്നാൽ അത് 8 വശം വരുന്ന ഒക്ടാഹെഡ്രൽ. ഇങ്ങനെ മുകളിൽ 4 വശം, താഴെ 4 വശം. 1, 2, 3, 4. താഴെ ഇതുപോലെ 4. അപ്പൊ ഒക്ടാഹെഡ്രൽ നോക്കുന്ന സമയത്ത് ഇവിടെ 360 4 ഡിവൈഡ് ചെയ്തു. 360 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇതും 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ഷേപ്പ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ലീനിയർ ഇങ്ങനെ കാണിക്കാം, AP. ട്രൈഗണൽ പ്ലാനാർ AP ഇങ്ങനെ വരയ്ക്കാം. ടെട്രാഹെഡ്രൽ ഇങ്ങനെ 4 എണ്ണം. ട്രൈഗണൽ ബൈപിരമിഡൽ 3, മുകളിലോട്ട് പിരമിഡ്, താഴോട്ട് പിരമിഡ്. ഒക്ടാഹെഡ്രൽ ഈ 4 എണ്ണം സ്ക്വയർ ആയിട്ട് മുകളിലോട്ടൊരു പിരമിഡ്, താഴോട്ടൊരു പിരമിഡ്. ഒക്ടാഹെഡ്രൽ. ബോണ്ട് ആംഗിൾ ഓർമ്മിച്ച് വയ്ക്കാം. ഇത് 180 ഡിഗ്രി, ഇത് 120 ഡിഗ്രി, ഇത് 109 ഡിഗ്രി 28 മിനിറ്റ്സ്, ഇത് 90 ഡിഗ്രിയും 120 ഡിഗ്രിയും രണ്ടെണ്ണം ഉണ്ട്. ഇത് 90 ഡിഗ്രി മാത്രം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ അതിന് നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. അത് ഇത്രയേ ഉള്ളൂ കാര്യം. ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട, പഠിച്ചു വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വാലൻസ് ബോണ്ട് തിയറി അനുസരിച്ച് എ കോവലന്റ് ബോണ്ട് ഫോംഡ് ബൈ ദ ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ്. ഒരു പോയിന്റ്. ഓക്കെ, ഇനി ഓവർലാപ്പിംഗിന്റെ കാര്യം നോക്കുന്ന സമയത്ത് സിഗ്മ കോവലന്റ് ബോണ്ടുകളും പൈ കോവലന്റ് ബോണ്ടുകൾ ഫോം ചെയ്യാം. സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് ആക്സിയൽ ഓവർലാപ്പിംഗിലൂടെയാണ്, സിംഗിൾ ബോണ്ടുകളാണ്. പൈ ബോണ്ടുകൾ ഫോം ചെയ്യുന്നത് ലാറ്ററൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗിലൂടെയാണ്. ഇനി അടുത്ത് നമ്മൾ പോളി അറ്റോമിക് മോളിക്യൂളിന്റെ കേസ് നോക്കുന്ന സമയത്ത് അവിടെ SS ഓവർലാപ്പിംഗും PP ഓവർലാപ്പിംഗ് ഒന്നും പോസിബിൾ അല്ല. കാരണം ഒരേ സ്ട്രെങ്ത് ഉള്ള ബോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈബ്രിഡൈസേഷൻ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരണം. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ടു പ്രൊഡ്യൂസ് ഹൈബ്രിഡ് ഓർബിറ്റൽ. അറ്റോമിക് ഓർബിറ്റലിന്റെ ഇന്റർമിക്സിംഗിലൂടെ ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നുണ്ട്. ആ ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ പ്രത്യേകത ഒരേപോലത്തെ ഷേപ്പ്, ഒരേപോലത്തെ സൈസ്, ഒരേപോലത്തെ എനർജി ആണെന്ന് ഓർമ്മിക്കുക. ഇനി ഹൈബ്രിഡൈസേഷന്റെ കാറ്റഗറി പഠിച്ചു വെച്ചിരിക്കുക. SP ഹൈബ്രിഡൈസേഷനിലൂടെ 2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നുണ്ട്. ഷേപ്പ് ലീനിയർ, ബോണ്ട് ആംഗിൾ 180. SP2 വന്നാൽ 3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നുണ്ട്. ഷേപ്പ് ട്രൈഗണൽ പ്ലാനാർ, ബോണ്ട് ആംഗിൾ 120. SP3 ആണെങ്കിൽ അവിടെ 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നു. ഷേപ്പ് ടെട്രാഹെഡ്രൽ, ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ്. SP3D ആണെങ്കിൽ അത് ട്രൈഗണൽ ബൈപിരമിഡൽ, 90 ഡിഗ്രി 120 ഡിഗ്രി ബോണ്ട് ആംഗിൾ. SP3D2 ആണെങ്കിൽ അത് ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആണ്, 90 ഡിഗ്രി ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ചാർട്ട് നല്ലവണ്ണം പഠിച്ചിരിക്കുക. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയതിനു ശേഷം, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട കോർ എന്ന് വെച്ചാൽ, ബാക്കിയൊക്കെ മറന്നാലും കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം പഠിച്ചു വയ്ക്കുക. ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്ന കൺസെപ്റ്റുകൾ, അതായത് നമുക്ക് ആപ്ലിക്കേഷൻ BeCl2, BF3, CH4, PCl5, SF6, NH3, H2O, ഇത്രയും കാര്യങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ കാണും. ഇതിന്റെ ഫോർമേഷൻ എങ്ങനെ BBT ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോയിൽ കാണും. ബാക്കിയുള്ള ഇത്രയും കാര്യങ്ങളുടെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൂന്നാമത്തെ വീഡിയോയിൽ, വാലൻസ് ബോണ്ട് തിയറിയുടെ മൂന്നാമത്തെ വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞു വെച്ചത്. അതിലൂടെ നിങ്ങൾ ഹൈബ്രിഡൈസേഷന്റെ പ്രത്യേകത ഓർമ്മിച്ച് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ ആപ്ലിക്കേഷൻ ആണ്. അതിൽ 2 വീഡിയോ ആയിട്ടാണ് ഇനി ചെയ്യുന്നത്. ഇത്രയും ഒരു വീഡിയോയിലും കാണാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക.